ത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ യോസഫ് നീതിമാനാകൊണ്ടും മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായകൊണ്ടും ഗൂഢമായി അവളെ ഉപേക്ഷിച്ച് കളയുവാൻ തീരുമാനിച്ചു. ഗൂഢമായ ഒരു ആലോചനയ്ക്ക് പിന്നണിയിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, അതാണ് ഇന്നത്തെ രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ളത്. ദൈവത്തിന്റെ ദാസിയായ മറിയ, കർത്താവെ, ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തൊരു സഹോദരി. അപ്പോൾ തന്നെ അവൾ ഭൂമിയിൽ ഒരു പുരുഷന് വിവാഹ നിശ്ചയി കഴിഞ്ഞ ഒരു സഹോദരിയായിരുന്നു. എന്നാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സഹോദരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ അംഗീകരിപ്പാൻ കഴിയാതെ യോസഫ് ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ഞാൻ അവളെ ഉപേക്ഷിച്ച് കളയും. മറിയ അറിയുന്നില്ല. മറിയയുടെ വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, ഇപ്പോൾ വലിയ സന്തോഷവതിയായി കഴിയുകയാണ്. അപ്പോഴാണ് മറിയെ അറിയാതെ മറിയയ്ക്ക് വിരോധമായൊരു ഗൂഢാലോചന, ഗൂഢമായ ഒരു ചിന്താഗതി. എന്നാൽ അവിടെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു കൊടുത്ത സഹോദരിയായ മറിയയ്ക്ക് വേണ്ടി യഹോവയായ ദൈവം എഴുന്നേറ്റു. മനുഷ്യന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നേ ഗ്രഹിക്കുന്നവനായ ദൈവം, നാം യഥാർത്ഥമായൊരു ദൈവഭക്തനാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് വിരോധമായി വരുന്ന ആയുധങ്ങളെ മുന്നമേ കാണാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ നമ്മെ അറിയുന്നവനായ ഒരു ദൈവം സദാ തങ്കൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവർക്ക് വേണ്ടി സദാ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വിരോധമായി വരുന്ന എല്ലാ ആയുധങ്ങളെയും പുറപ്പെടും മുമ്പേ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം. ഒരിക്കൽ യാക്കോബ് ലാബാൻ വളരെ ശക്തിയോടുകൂടി തന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം ലാബാൻ പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, എന്റെ ദാസനായി യാക്കോബിന് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ചെയ്യരുത്. ആ വാക്കിന്റെ മേൽ ദോഷം പ്രവർത്തിക്കാൻ കടന്നു വന്ന ലാബാൻ സമാധാന സഖ്യതയുണ്ടാക്കി മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നിങ്ങൾ യഥാർത്ഥമായി ദൈവഭക്തനാണെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പേ, നിങ്ങൾക്ക് വിരോധമായ ആയുധങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം അതിനെ തകർത്ത് കളയും, ഇല്ലാതാക്കി കളയും, വഴിമാറ്റിക്കളയും. ഇന്ന് രാവിലെ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ വിരോധമായി വരുന്ന ആയുധങ്ങളെ ദൈവം നീക്കിക്കളയും. നാം അറിയാതെ നമ്മുടെ വിരോധമായ ആയുധങ്ങളെ നീക്കിക്കളയുന്ന ഒരു ദൈവമാണെന്നാണ് ഇതിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ. ചില ഗൂഢാലോചനകളെ ദൈവം ഇല്ലാതാക്കുന്നു. ആമേൻ.